ഹലോ ഗൈസ്, നമ്മുടെ കാളൻ നല്ലതാണെന്ന് ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടത് മാത്രമല്ല എൻ്റെ അറിവിൽ കുറച്ച് പേരൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്തു, നല്ലതാണ്, ഓണത്തിന് വേണ്ടിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക പവർ കിട്ടി. ആക്ച്വലി അമ്മയായിട്ട് ചെയ്യുന്ന ഫുഡ് എല്ലാം അമ്മ വർഷങ്ങളായിട്ട് അമ്മയുടെ മാസ്റ്റർ പീസ് ഐറ്റംസ് ആണ്. ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഫുഡ് ഐറ്റംസ് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇന്നൊരു കിടുക്കാച്ചി സിമ്പിൾ ഒരു റെസിപ്പിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ കുക്കിംഗ് വിത്ത് അമ്മായിയമ്മ എപ്പിസോഡ് 2. അമ്മ, നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാം. ഹോം മെയ്ഡ് നെയ്യപ്പം. ഹോട്ടലിലൊന്നും അങ്ങനെ ടീ ഷോപ്പിലൊന്നും കിട്ടുന്ന നെയ്യപ്പല്ല, നമ്മൾ വീടുകളിൽ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നെയ്യപ്പം. ഉണക്കലരി, പച്ചരിയല്ല, 1 കിലോ ഉണക്കലരി, 3/4 കിലോ ശർക്കര, ചെറിയ ജീരകം, ഏലക്ക, ഇത്രയും മതി. ഇൻഗ്രീഡിയൻസ് ഇത്രയും മതി. ഓക്കെ. അത് പിന്നെ നമുക്ക് അത് വെള്ളമൊന്നും ചേർക്കരുത്. ശരിക്കും ആ ശർക്കരയുടെ ഇതിൽ തന്നെ കുഴച്ച് വെച്ചാൽ നമ്മളൊരു മിനിമം 12 മണിക്കൂറെങ്കിലും വേണം. അതിൽ കൂടുതൽ സമയം ആയാലും കുഴപ്പമൊന്നുമില്ല, അതിന് അഴിച്ചിട്ടൊന്നും ആവില്ല. നമ്മൾ നെയ്യപ്പത്തിന് ഷേപ്പൊന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ നെയ്യപ്പം ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്കത് നല്ല ടേസ്റ്റാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാനിത് പിള്ളേർക്കൊക്കെ എല്ലാവർക്കും ചെറുപ്പം മുതലേ ഉണ്ടാക്കി കൊടുക്കണതും എല്ലാവർക്കും ഇഷ്ടമാണ് ആ നെയ്യ്. ഇപ്പോൾ പുറമെ പോണവർക്കൊക്കെയാണ് 2-3 മാസമൊക്കെ ഇരുന്നോളും, വലിയ കുഴപ്പമൊന്നുമില്ല. പഴം ചേർത്ത് ഉണ്ടാക്കാം, പക്ഷെ പഴം ചേർത്ത് ഉണ്ടാക്കി ലാസ്റ്റ് ചെയ്യില്ല അത്രയും. ഇത് അപ്പം അങ്ങനെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇത് ഉണക്കലരിയാണ്, പച്ചരിയല്ല. ഇത് നമ്മുടെ കടകളിലെല്ലാം മേടിക്കാൻ കിട്ടും. ഇത് 1 കിലോ അരിയാണ്. ഇത് കഴുകി നമ്മൾ 4 മണിക്കൂർ കുതിർത്തിട്ട് പൊടിച്ചെടുക്കണം. തരിയോടുകൂടി പൊടിച്ച അരിപ്പൊടിയാണിത്. ഉരുക്കി അരിച്ചെടുത്ത ശർക്കര, 3/4 കിലോ ശർക്കര ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 12-18 ഒക്കെ മണിക്കൂർ കഴിഞ്ഞിട്ട്, നാളെയാണ്, ഒരു ദിവസം ഫുള്ള് വെക്കണം. ഉപ്പ് ചേർക്കണം ഇതിനകത്ത്? ഉപ്പൊന്നും ചേർക്കണ്ട. ഉപ്പ് ശർക്കരയ്ക്ക് ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് നമ്മൾ വേറെ ചേർക്കണ്ട. ഇതിപ്പോൾ നമ്മൾ ഈ പാകത്തിന് നമ്മളിപ്പോൾ ഇത് കുഴച്ച് വെച്ചിരിക്കുകയാണ്. നാളെ ഒരു 12 അല്ലെങ്കിൽ 18 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഏലക്കായും ചുക്കുപൊടിയോ ഏലക്കായോ ജീരകമോ അത് ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഇനി 12 മണിക്കൂർ അല്ലെങ്കിൽ 18 മണിക്കൂർ വെക്കണം നമ്മളിത്. ഈ പരുവത്തിൽ ഇപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചേക്കാണ്. ഇതിപ്പോൾ നമ്മൾ 18 മണിക്കൂറായി ഈ അരിപ്പൊടിയും ശർക്കരയും കൂടി കുഴച്ച് വെച്ചിട്ട്, ഇനി നമുക്കിതിലേക്ക് ജീരകവും ചെറിയ ജീരകവും ഏലക്കായും പൊടിച്ചതും കൂടെ ചേർക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് അതിൻ്റെ ഇപ്പോൾ വെള്ളമെല്ലാം പാകമാണ്. ശർക്കരയുടെ അന്ന് ചേർത്ത വെള്ളമുള്ളൂ, പിന്നെ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെ കുഴപ്പമില്ല, നല്ല കറുമുറാന്ന് നല്ല കടിച്ച് തിന്നാൻ പറ്റും. ഈ പാകമാണ്. നെയ്യപ്പത്തിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് പാത്രം അടപ്പത്ത് വെച്ച് നമ്മൾ 1 കിലോയിലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചൂടായിട്ടുണ്ട്, നമുക്കിത് നെയ്യപ്പം ഒഴിക്കാം കേട്ടോ. ായിട്ടില്ല. ഇതിന്റെ മൂപ്പ് എങ്ങനെയാ അറിയുന്നത്? ഇത് ഒരു വെള്ളം ചോപ്പ് വരും. ഇത് പൊങ്ങിയില്ലേ, വെളിച്ചെണ്ണ ഇട്ട് പൊങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ മറച്ചിടണം. ഏകദേശം ആയി വരുന്നുണ്ടല്ലേ?
ചൂട് നല്ല ചൂട്. കൊതി മുതട്ട് നിൽക്കണം. ഇത്രയും മൂത്താലാണത് ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് ഒരുവിധം മൂത്ത് വരണം. കുഞ്ഞ് ഒരു ഫ്ലെയിം വേണം, ഫ്ലെയിം കുറഞ്ഞാൽ കൊള്ളില്ല. പക്ഷെ എന്നും പറഞ്ഞിട്ട് കരിഞ്ഞു പോകണ്ടും സൂക്ഷിക്കണം. തീരെ തീ കുറഞ്ഞാൽ കൊള്ളില്ല. ശരിക്കും ഇത് വിറകടുപ്പിൽ ഉണ്ടാക്കുവാണ് ഏറ്റവും നല്ലത്. ഗ്യാസിനേക്കാളൊക്കെ നല്ലത് വിറകടുപ്പ് വേണം. കളർ തന്നെ ആയില്ലേ. പഴം ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും തിന്നാൻ. ഇതിപ്പോ നമുക്ക് നല്ല കറുമുറ തിന്നാനുള്ള പലഹാരം. ശരിക്കും കറുമുറ പലഹാരം സോഫ്റ്റ് ആവണമെങ്കിൽ നമ്മള് പഴം ചേർക്കണം. പിന്നെ ചിലത് തേങ്ങാപ്പാല് ചേർക്കും. ഇതിപ്പോ അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല. അരി, ശർക്കര, ചെറിയ ജീരകം, ഏലക്ക, ഇത്ര മാത്രമേ ഉള്ളൂ. അതൊന്നും ചേർക്കില്ല. ഞാൻ ചവയ്ക്കുന്ന ഒച്ച ആക്കാൻ പറ്റുമോ? ഈ ഒത്തിരി നല്ല പ്രായമായവര് കഴിച്ചു കഴിഞ്ഞാൽ ടാസ്ക് ആയിരിക്കും. ശരിക്കും പിള്ളേർക്ക് ഭയങ്കര എന്റർടൈൻമെന്റ്. ഇങ്ങനെ നല്ല രുചിയുണ്ട്. അത് ഞാൻ നിങ്ങളുടെ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ നെയ്യപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നെയ്യപ്പം കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നെയ്യപ്പത്തിന് നല്ല തീ വേണം. ലോ ഫ്ലെയിമിൽ ഉണ്ടാക്കരുത്. ഓക്കെ, വിറകടുപ്പിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നല്ല തീ ഉണ്ടെങ്കിലാണ് ആ മൊരിച്ചിട്ട് നല്ല മുരിപ്പായിട്ടിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയത് ഗ്യാസ് സ്റ്റൗവിലാണ്. അപ്പം അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അത്രയും ഹൈ ഫ്ലെയിം വരത്തില്ല. പക്ഷെ കിട്ടുന്ന ഫ്ലെയിമിൽ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല മുറുമുറിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പാണ്. സാധാരണ കടയിൽ കിട്ടുന്ന സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പല്ല. ഇത് അങ്ങനത്തെ നെയ്യപ്പല്ല. കറുമുറ ടിന്നിന്റെ അകത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ടിമ്മടുത്ത് കുറച്ചുകൊണ്ട് നടക്കാം. അങ്ങനത്തെ നെയ്യപ്പാണ്. പക്ഷെ പക്ക മറ്റേ നെയ്യപ്പത്തിന്റെ ടേസ്റ്റ് ആണ്. അതിലും ടേസ്റ്റ് ഉണ്ടോ? അതെ, കാര്യം ഇതിന്റെ അകത്ത് നമ്മുടെ അങ്ങനെ ശർക്കര മാത്രം ചേർത്തതിന്റെ അതിന്റെ നല്ലൊരു എന്താ പറയാ ക്വാളിറ്റിയുടെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം. ഉടനെ തന്നെ അടുത്ത അമ്മയുടെ മാസ്റ്റർ പീസ് സാധനമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ.